ഒരു മനുഷ്യന്റെ ഉദരത്തിൽ ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നവരുടെ മേലുള്ള അനുഭവം മാത്രമേ ഏതൊരു കഥാകാരനും എഴുതത്തുള്ളൂ. പക്ഷെ ഈ സത്യവേദ പുസ്തകത്തിലുള്ളത് മനുഷ്യൻ ജനിച്ച മുതൽ മനുഷ്യൻ മരിച്ച് അതിനുശേഷമുള്ള സകല അനുഭവങ്ങളും ഈ വേദ പുസ്തകത്തിലുണ്ട്. എന്തുണ്ട്? എല്ലാം ഇതിനകത്തുണ്ട്. ഇത് നമ്മുടെ ബൈബിള് ജീവനുള്ള പുസ്തകമാണ്. ഇത് ജീവിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകം നമ്മുടെ ഉള്ളറകളിൽ വന്നാൽ നമ്മുടെ വിഷയങ്ങളെല്ലാം എന്ത് ചെയ്യും? വിശ്വാസമായോ? അപ്പൊ എല്ലാവരും മുട്ടുകുത്തിയെ. അപ്പൊ നമ്മുടെ വിഷമങ്ങൾ യേശുക്രിസ്തുവിനോട് പറയാം. ഒന്ന് മുട്ടുകുത്തി ഒന്ന് ബന്ധിക്കുക, ഒന്ന് കിടന്നേ. മുട്ടുകുത്തി ദൈവത്തിന്റെ മുട്ടുകുത്തി കിടന്നേ. മുട്ടുകുത്തി കിടന്നേ. എല്ലാവർക്കും വിഷമങ്ങളുണ്ടോ? വിഷമങ്ങളുള്ളവരെ ബന്ധിക്കുക. കൈ വിഷമം ആരും കാണരുത്. എല്ലാവരും അങ്ങോട്ടാണ് കണ്ണടച്ച്, എല്ലാവരും കണ്ണടച്ച് കിടന്നേ. ആരും കാണുന്നില്ലല്ലോ. വിഷമമുള്ളവർ മാത്രം ഒന്ന് കൈ ഉയർത്തിയേ. പരസ്പരം നോക്കരുത്. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ കൈ ഉയർത്തുന്നത്. ഓക്കെ? അപ്പൊ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ദൈവത്തോട് നിങ്ങളൊന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ പലപ്പോഴും കരയാൻ വേണ്ടി കരഞ്ഞ അവസ്ഥകൾ, നിങ്ങൾ ദുഃഖിച്ച അവസ്ഥകൾ, നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമങ്ങൾ എല്ലാം ദൈവത്തോട് പറഞ്ഞു. യേശുവേ, എന്റെ ദൈവമേ, ഞാൻ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു. എല്ലാം നിങ്ങൾ ഒരു കുറച്ച് സമയം നിങ്ങൾ ദൈവത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ദൈവത്തോടൊക്കെ പറഞ്ഞേ. വെറുതെ നിങ്ങൾ കിടക്കരുത്. ദൈവത്തോട് നിങ്ങൾ പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ. എല്ലാവരും ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തേ. ആശ്രയമേ ഭൂമിയിൽ ഞാൻ പൈതൽ നിൻ കൈകൾ തരുന്നു ഞാൻ പൈതൽ എല്ലാവരും ദൈവത്തോട് പറഞ്ഞേ സമർപ്പിച്ചു കൊടുത്തേ എല്ലാവരും പെതുക്കിയൊന്ന് എഴുന്നേറ്റ് കണ്ണ് തുറക്കരുത് കണ്ണ് തുറക്കാതെ എഴുന്നേറ്റ് കണ്ണ് തുറക്കാതെ എഴുന്നേറ്റ് കണ്ണ് തുറക്കരുത് നിങ്ങളുടെ ദൈവസന്നിധിയിലാണ് കണ്ണടച്ചിരിക്കുന്നത് കണ്ണ് തുറക്കാതെ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ വലത് കൈ കണ്ണ് തുറക്കരുത് കണ്ണ് തുറക്കരുത് നിങ്ങളുടെ വലത് കൈ ഹൃദയത്തിലേക്ക് വെച്ച് കർത്താവിനോട് പറഞ്ഞേ
കർത്താവേ, പറയാതെ ഒരുമിച്ച് പറഞ്ഞേ. കർത്താവേ, നിങ്ങളുടെ പേര് പറഞ്ഞേ. നിങ്ങളുടെ അകത്തുള്ള പേര് നിങ്ങൾ ഉറക്കെ പറഞ്ഞേ. നിങ്ങളുടെ പേര് പറഞ്ഞേ. ആകുന്ന ഞാൻ, നിങ്ങളുടെ പേര് കർത്താവേ, എന്ന വ്യക്തിയാകുന്ന ഞാൻ ദൈവകരത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ഒരു കുഞ്ഞാക്കി എന്നെ മാറ്റണമേ. ദൈവത്തിന്റെ ദൈവഭക്തിയിൽ ഞാൻ വളർന്നു വരണമേ. ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് വരുത്തണമേ. എന്റെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകണമേ. എന്റെ ആഗ്രഹങ്ങൾക്ക് ദൈവം മറുപടി നൽകണമേ. എന്റെ ദുഃഖങ്ങൾ ദൈവം മാറ്റണമേ. എന്റെ പ്രയാസങ്ങൾ ദൈവം മാറ്റണമേ. എന്റെ വീട്ടുകാരെ എല്ലാത്തിനും മറുപടി നൽകണമേ. വിഷയങ്ങൾക്ക് മറുപടി നൽകണമേ. എന്റെ ഭാവിയെ എഴുപ്പിക്കുന്നപ്പ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവം എന്റെ കൂട്ടിന് വരണമേ. ദൈവത്തിൽ ആശ്രയിക്കണമേ. ബലപ്പെടുത്തണമേ. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞേ. നിങ്ങളുടെ വിഷമങ്ങളിൽ കുറച്ച് സമയം നിങ്ങൾ കണ്ടത് ദൈവത്തോട് പറഞ്ഞു. നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമങ്ങൾ ദൈവത്തോട് പറഞ്ഞു. ആരും കേൾക്കാതെ പറഞ്ഞേ. എല്ലാ കുഞ്ഞുങ്ങൾക്കും അവർക്ക് അവരുടേതായ ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളിൽ കർത്താവ് ആശ്വാസങ്ങൾ കർത്താവ് നമ്മുടെ വികസന സമാപന ഈ സമാപന നിമിഷം ഈ കുഞ്ഞുങ്ങളുടെ മേൽ പരിശോധനകളാവുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് വെളിപ്പെട്ടതുപോലെ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് പകരപ്പെട്ടതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് അധികമായി പകരട്ടെ. 2026 ഈ 4-ാം മാസത്തിന്റെ ഏപ്രിൽ മാസത്തിൽ കർത്താവ് കുഞ്ഞുങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച, യേശുവിനെ സ്വന്തം അപ്പനായി സ്വീകരിച്ച ഇന്ന് പകൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ദൈവ സാന്നിധ്യം ആവരിക്കണമേ. അവരുടെ ദുഃഖമെല്ലാം വിട്ടു മാറട്ടെ. അവരുടെ സങ്കടമെല്ലാം അഴിഞ്ഞു മാറട്ടെ. നിരാശയെല്ലാം അഴിഞ്ഞു മാറട്ടെ. ഇന്ന് പകൽക്കാല കർത്താവേ, ഒരു മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരപ്പെടേണ്ടതിന് ഞങ്ങൾ സമർപ്പിച്ചുകൾ പ്രാർത്ഥിക്കപ്പെടുകയാണ്. കർത്താവിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടേണ്ടതിനായി ഏഷ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഒരുമിച്ച് അനുഗ്രഹിച്ചങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളുടെ മക്കളെ ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്റെ യേശു, നമ്മൾ കഴിഞ്ഞ 2 ദിവസം പഠിച്ച യേശു, നമ്മുടെ പ്രാണ രക്ഷിക്കുന്ന യേശു, ആ യേശുവിനെ അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ എന്റെ യേശുവായി, എന്റെ പിതാവായി, എന്റെ മാതാവായി സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണെന്ന് എത്ര കുഞ്ഞുങ്ങൾ ഇന്ന് പകൽ പറയുന്നു. ആ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്താമോ? ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ യേശു നല്ലൊരു യേശുവാണ്, നല്ലൊരു അപ്പനാണ്. ആ അപ്പനെ ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ എത്ര പേര് അവയെ പറയാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ആമേൻ, സ്തോത്രം. ഈ യേശു വലിയവനാണെന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി എണീറ്റിരുന്നാട്ടെ. സ്തോത്രം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. എണീറ്റുമാണ് കര ഉയർത്തി എണീറ്റിരുന്നാട്ടെ. സ്തോത്രം ചെയ്യും. ആമേൻ, കര ഉയർത്തി എവിടെ എണീറ്റിരുന്നാട്ടെ. സ്തോത്രം. ഒരു വിഷയം പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ. ഇത്തരം കുഞ്ഞുങ്ങൾ ആമേൻ, സ്തോത്രം. നിങ്ങളുടെ യേശുവിനെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഈ യേശു ആരാണ്? എന്റെ പിതാവ്. യേശു ആരാണ്? രക്ഷിതാവ്. എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ ഈ യേശു ആരാണ്? എന്റെ രക്ഷിതാവ്. യേശു എന്റെ വീണ്ടെടുപ്പുകാരനാണ്. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്നു. ആ യേശുവിനെ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചങ്ങൾ കടച്ചാട്ടെ. ഒരുമിച്ച് അനുഗ്രഹിച്ചങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ആ പാട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ആമേൻ. ആ പ്രാണപ്രിയനായ എന്റെ യേശുക്രിസ്തുവിന്റെ കരം, ആ പ്രാണപ്രിയനായ എന്റെ യേശുക്രിസ്തുവിന്റെ കരം ഇന്ന് പകൽ വെളിപ്പെടുമാറാകണമേ. കർത്താവേ, ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ കരം, പ്രാണനായ യേശുക്രിസ്തുവിന്റെ കരം, രാജാവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഈ കുഞ്ഞ് ബുദ്ധിയുള്ളവരായി മാറട്ടെ. ഈ കുഞ്ഞുങ്ങൾ അഭിഷേകമുള്ളവരായി മാറട്ടെ. ഈ കുഞ്ഞുങ്ങൾ ആമേൻ നിറവുള്ളവരായി മാറട്ടെ. ഈ കുഞ്ഞുങ്ങൾ ആമേൻ യേശുവിന്റെ ആമേൻ ഹല്ലേലൂയ
അവയെ മണിമുത്തുകളായി മാറണ്ടപ്പാ. അവർ യേശു ക്രിസ്തുവിന്റെ ആഴമേറി വിശ്വാസത്തിലേക്ക് ധ്യാനത്തിലേക്ക് മാറണമേ. യേശുവിന്റെ പിതാവാകയാൽ ആഴമായി സ്നേഹിക്കുന്നവരാകയാൽ ആമേനെ യേശുവിനെ സ്നേഹിച്ചത് തന്റെ പ്രാണനെ വെടിഞ്ഞാകയാൽ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. ആ പ്രാണനെ വെടിഞ്ഞവനായ യേശു ക്രിസ്തുവിന്റെ കരം ഇന്ന് കുഞ്ഞിൽ വെളിപ്പെടുമാ. ഈ കുഞ്ഞിന്റെ ഭാരമെല്ലാം അണിയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ദിവസം ഈ കുഞ്ഞിന്റെ ഭാരമെല്ലാം അവന്റെ അഭ്യാസം നല്ല രസം. കുഞ്ഞിന്റെ ഭാവി നല്ലൊരു അഭിഷേകം. ആ കുഞ്ഞിന്റെ ഫ്യൂച്ചറെല്ലാം ഉന്നതമായി കൊണ്ടുവരട്ടപ്പ ഞങ്ങൾ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഉപരിയായി അമ്മയേക്കാൾ ഉപരിയായി സഹോദരങ്ങൾക്ക് ഉപരിയായി എന്നെ സ്നേഹിക്കുന്ന യേശുവിന്റെ സാധ്യത ഇപ്പോൾ ആമേ കുഞ്ഞിന്റെ ഭയമെല്ലാം വിട്ടുമാറട്ടെ. അവരുടെ സങ്കടമെല്ലാം വിട്ടുമാറട്ടെ. അതിന്റെ ബുദ്ധിമുട്ടെല്ലാം വിട്ടുമാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാനാമത്തിൽ കുഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ യേശുക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുമാറട്ടെ. ഭാരം അഴിഞ്ഞു മാറട്ടെ. നിരാശ അഴിഞ്ഞു മാറട്ടെ. എല്ലാ ദുഃഖങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്ത് കർത്താവേ ഒരു സങ്കടങ്ങളെല്ലാം വിട്ടു മാറി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാനാമത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ പുതുക്കുകയാണ്. യേശു ഭാവികളെ അപേക്ഷിക്കുന്നവരാകുക. യേശു രോഗികളെ സൗഖ്യമാക്കുന്നവരാകുക. യേശു ഭൂതങ്ങളെ സ്വന്തം പുറത്താക്കുന്നവരാകുക. യേശു രാജാവായി മടങ്ങുന്നവരാകുക. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതായ ഹോസ്പിറ്റലായിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞ് പരിപൂർണമായി ജീവനോടെ പുറത്തുവിട്ടെ. യേശു മരിച്ചവരെ ജീവിക്കുന്നവരാണ്. യേശു മരിച്ചവരെ ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ കർത്താവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞിന്റെ മേൽ ദൈവസ്ഥാനത്തെ കൊടുക്കണം. സങ്കടം വിട്ട് മാറട്ടെ. ആ ഹോസ്പിറ്റലായിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആ കുഞ്ഞ് സൗഖ്യത്തോടെ പുറത്തു വരട്ടെ. ആമേ ഐസിയിൽ പുറത്തു വരട്ടെ. അമ്മേ പ്രായപൂർത്തിയാകാതെ ആ കുഞ്ഞ് പുറത്തു വന്നപ്പോൾ കർത്താവേ അതിന്റെ പ്രായം തെളിഞ്ഞു മുന്നിയായി പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹോസ്പിറ്റലിൽ ജീവനദേഹിയായി മാറട്ടെ. യേശു നാമത്തിലപ്പ പ്രിയമോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടം എല്ലാം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉറക്കമില്ലാത്ത രാത്രികൾ കുഞ്ഞിനെ അലട്ടുമ്പോൾ അവൻ മരണഭീതി കൊണ്ട് അലട്ടുമ്പോൾ ദുസ്വപ്നമെടുപ്പോൾ അവൻ നമ്മെ സമാധാനമില്ലാതെ എണീറ്റുപോകുമ്പോൾ തന്റെ അനേകം ചതിക്കുന്നത് പോലെ വഞ്ചിക്കുന്നത് പോലെ അവൻ തന്റെ ജീവിതത്തെ പ്രാണനെ അവൻ തള്ളിക്കളഞ്ഞത് പോലെ ഇന്ന് യേശു നാമത്തിൽ യേശുവിന്റെ പ്രാണൻ കുഞ്ഞ് വെളിപ്പെടുമാറാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്തം കൊണ്ട് മുറിക്കപ്പെടുമാറാകണമേ. അവൻ അനുഗ്രഹമുള്ളവനെ മാറട്ടെ. യേശു നാമത്തിൽ അത്ഭുതം ചെയ്യുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ കുഞ്ഞിനെ കർത്താവേ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്ത് കർത്താവേ വലിയ ഉന്നതയാവട്ടെ. യവനിക്ക് മഹത്വം താൽവരി ഈ ഇരിക്കും വീട് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു രക്ഷകനായി പ്രാർത്ഥിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഈ ഭോജനത്തെ പരിശുദ്ധമായിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധനായി സ്തോത്രം. ഭാരമെല്ലാം മാറ്റട്ടെ. ഈ ലോകഭാവ ജീവിതത്തിൽ ഈ ലോകഭാവ ജീവിതം നല്ല കൂട്ടുകാരായി യേശു കടന്നു വരുന്നതിനാണ് സ്തോത്രം. കർത്താവേ ഉൾപ്പെടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവം വഞ്ചിക്കപ്പെടാതെ ചതിക്കപ്പെടാതെ തകർന്നു പോകാതെ വിശ്വാസനായകനായ യേശു ക്രിസ്തു വിശ്വസിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിന്റെ മേൽ ദൈവം കൃപയായിരിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മനാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ കുഞ്ഞുങ്ങൾ പാപത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. അവരുടെ മരണഭീതി കൃത്യമായി പോകട്ടെ. അമ്മേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അവനത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രയാസം അഴിഞ്ഞു മാറട്ടെ. അവരുടെ ദുഃഖമെല്ലാം അഴിഞ്ഞു മാറട്ടെ.